താരങ്ങളുടെ മക്കളിൽ പ്രേക്ഷകർക്ക് ഒരു പൊടിക്ക് ഇഷ്ടക്കൂടുതലുണ്ട് മഞ്ജു വാര്യർ ദിലീപ് താരദമ്പതികളുടെ മകൾ മീനാക്ഷിയോട്. അച്ഛൻ്റെ നിഴലായി ജീവിച്ച മകൾ. അമ്മയും അച്ഛനും ജീവിതത്തിൽ രണ്ടായപ്പോഴും അച്ഛൻ്റെ കൂടെ പോകാനാണ് മകൾ ഇഷ്ടപ്പെട്ടത്. യാതൊരുവിധ എതിർപ്പുകൾ ഇല്ലാതെയും മഞ്ജു മീനാക്ഷിയെ ദിലീപിന് വിട്ടുകൊടുത്തു. കാരണം മറ്റാരേക്കാളും നന്നായി ആ അച്ഛൻ മകൾ ബന്ധത്തിൻ്റെ തീവ്രത അറിയുന്നതും മഞ്ജുവിനാണ്. ദിലീപേട്ടനൊപ്പം തൻ്റെ മകൾ സുരക്ഷിതവും ഹാപ്പിയും ആയിരിക്കുമെന്ന ഒറ്റ തോന്നൽ കൊണ്ടാകാം മഞ്ജു എന്ന അമ്മ അതിന് സമ്മതിച്ചതും. വർഷങ്ങൾ അച്ഛനും മകളും ഒരുമിച്ചായിരുന്നു. താമസവും യാത്രക്കും എല്ലാം ഒരുമിച്ച്. എത്ര ദൂരത്ത് ഷൂട്ടിന് പോയാലും മകൾ വീട്ടിൽ ഉണ്ടല്ലോ എന്ന് കരുതി ആകുലതപ്പെട്ട അച്ഛനാണ് ദിലീപ്. മകളുടെ അടുക്കലേക്ക് ഓടിയെത്താൻ ആയിരുന്നു തൻ്റെ തിടുക്കം എന്ന് പലവട്ടം ദിലീപ് പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാൻ തോന്നിയ നിമിഷങ്ങളിൽ നിന്നുപോലും മകളെക്കുറിച്ചുള്ള ചിന്തകളാണ് തന്നെ ജീവിതത്തിലേക്ക് എത്തിച്ചത് എന്നാണ് ദിലീപ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു ദിലീപിൻ്റെ ഏറ്റവും പുതിയ ചിത്രം പവി കെയർടേക്കർ ഓഡിയോ ലോഞ്ച് താരപ്രൗഢമായ സദസ്സിൽ നിർവഹിക്കപ്പെട്ടത്. ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതിൽ ഏറെ ആളുകളും ശ്രദ്ധിച്ചത് മീനാക്ഷിയെയാണ്. മുൻപും അഞ്ചുമന ക്ഷേത്രത്തിൽ വെച്ച് തുടങ്ങുന്ന സിനിമാ പൂജകളിൽ ഒക്കെയും മീനാക്ഷി പങ്കെടുത്തിരുന്നു. ഇപ്പോൾ നാളുകൾക്ക് ശേഷമാണ് അച്ഛൻ്റെ ഒരു പടത്തിന് വേണ്ടി പൊതുവേദിയിൽ മീനാക്ഷി എത്തുന്നത്. അതോടെയാണ് വമ്പൻ ചർച്ചകൾക്ക് കൂടി വഴിയൊരുങ്ങിയത്. മീനാക്ഷിയും ദിലീപും പണ്ടത്തെ പോലെ വീണ്ടും. കാവ്യ ഓസ്ട്രേലിയയിൽ പോയതോടെ അച്ഛനും മകളും അവരുടെ ലോകവുമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവർക്ക് തുല്യം ഇവർ മാത്രമാണ്. ഇരുവരുടെയും സ്നേഹം ആർക്കും നഷ്ടപ്പെടുത്താനാകില്ല എന്നും ആരാധകർ പറയുന്നു. അതേസമയം ചിലപ്പോൾ മീനാക്ഷി അച്ഛൻ്റെയും അമ്മയുടെയും പാരമ്പര്യം പിന്തുടർന്ന് അഭിനയത്തിലേക്ക് വന്നേക്കാം എന്നുള്ള ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. മകളെക്കുറിച്ച് അഭിമാനം തോന്നിയ നിമിഷങ്ങളെക്കുറിച്ചൊക്കെ ദിലീപ് പറഞ്ഞിട്ടുണ്ട്. മീനൂട്ടി +2 പഠിക്കുമ്പോഴാണ് അവൾ ഏറ്റവും വലിയ പ്രശ്നം അഭിമുഖീകരിച്ചത്. എനിക്കവളോടുള്ള ബഹുമാനം എന്തെന്നാൽ ആ സമയത്താണ് അവൾ നല്ല മാർക്കോടെ പാസ്സായത്. 1 വർഷമാണ് നീറ്റിന് വേണ്ടി പഠിക്കേണ്ടത്. 3 മാസം ക്രാഷ് കോഴ്സ് ചെയ്ത് അവൾ എൻട്രൻസ് പാസ്സായി. അവൾക്കറിയാത്ത വഴിയിലൂടെയാണ് പോയത്. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, പോയി നോക്കെന്ന് ഞാൻ പറഞ്ഞു. പതുക്കെ പരീക്ഷകളൊക്കെ പിടിക്കാൻ തുടങ്ങി. ഒരിക്കൽ പോലും അവളോട് പഠിക്ക് എന്ന് പറയേണ്ടി വന്നിട്ടില്ല എന്നൊരിക്കൽ അഭിമാനത്തോടെ ദിലീപ് പറഞ്ഞിരുന്നു.